Fourier cosine transform. Fourier sine transform പോലെ തന്നെ Fourier cosine transformന്റെ ഫോർമുല എന്ന് പറയുന്നത് Fourier cosine transform of f of x is equal to root of 2 by pi into integral 0 to infinity f of x into cos lambda x dx. കിട്ടുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് ലാംഡയിലായിരിക്കും കിട്ടുന്നത്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എന്നുള്ളതിനാണ് സഫിക്സിൽ സി കൊടുത്തേക്കുന്നത്. സെയിം ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സൈൻ എന്നുള്ളതിന് പകരം കോസ് ലാംഡ എക്സ്. ഇനി ഏതൊരു സാധനം ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്താലും അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണമല്ലോ, തിരിച്ച് പഴയ ആളെ തിരിച്ച് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് അവിടെ ഫൈൻഡ് ചെയ്യണം. സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity. ഇവിടെ കിട്ടിയ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ആൻസർ അതാണ് എഫ് സി ഓഫ് ലാംഡ ഇൻറ്റു കോസ് ലാംഡ എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്തിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഡി ലാംഡയ്ക്ക്. നമുക്കറിയാം ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡി എക്സ് എന്നും വിത്ത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്ന കേസുകളിലെല്ലാം അവിടെ നമ്മൾ ഡി ലാംഡയാണ് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത്. ഇതാണ് ഫൊറിയർ കൊസൈൻ ആൻഡ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല. പ്രോബ്ലം ഫൈൻഡ് Fourier cosine transform of f of x is equal to e raised to minus 4x and hence deduce integral 0 to infinity cos 2x by 16 plus x square dx is equal to pi by 8 e raised to minus 8. അപ്പം രണ്ട് പാർട്ടുള്ള പ്രോബ്ലമാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈൻ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു എങ്ങനെ നമ്മൾ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ആദ്യം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയും രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു root of 2 by pi integral 0 to infinity f of x into cos lambda x dx. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്നും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 4x ആണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് 4x, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഇ റേസ് ടു എ എക്സ് ഇൻറ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. ഫോർമുല എന്തുവാണ്? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുവാണ്. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് ഇ റേസ് ടു മൈനസ് 4x ബൈ 4 സ്ക്വയർ ദാറ്റ് ഈസ് 16 പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താ ലാംഡ, അപ്പം പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു മൈനസ് 4 കോസ് ലാംഡ എക്സ് കോസ് ലാംഡ എക്സ് പ്ലസ് ലാംഡ സൈൻ ലാംഡ എക്സ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to infinity. ഇനി ലിമിറ്റ് അപ്ലൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴേക്കും അത് 0. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 by 16 പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു മൈനസ് 4 കോസ് 0 ഈസ് 1. സോ അത് മൈനസ് 4 മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. പ്ലസ് ലാംഡ ഇൻറ്റു സൈൻ 0 എന്തുവാണ് 0. അപ്പോൾ അവിടെ 0 എഴുതി. സോ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ് 4 by 16 പ്ലസ് ലാംഡ സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടി. എഫ് സി ഓഫ് ലാംഡ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ പാർട്ടിന് ആൻസറായി. നമുക്കിനി ഏത് പാർട്ടാ? രണ്ടാമത്തെ ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള പാർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള പാർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യൂസിങ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity എഫ് സി ലാംഡ ഇൻറ്റു കോസ് ലാംഡ എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്തിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഡി എക്സ് അല്ല ഡി ലാംഡയാണ്. അതെപ്പോഴും ഓർത്തോളണം. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity. ഇവിടെ കിട്ടിയ റൂട്ട് ഓഫ് 2 by pi 4 by 16 പ്ലസ് ലാംഡ സ്ക്വയർ എഫ് സി ലാംഡയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. റൂട്ട് 2ഉം പുറത്തുള്ള റൂട്ട് 2ഉം കൂടെ അത് 2 ആവുന്നുണ്ട്. 2 × 4 എന്തുവാ 8 ബൈ
റൂട്ട് പൈയും പുറത്തുള്ള റൂട്ട് പൈയും കൂടി ചേർന്നിട്ട് അത് പൈ. സോ 8/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos lambda x by 16 plus lambda square d lambda. ഇത് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള ഈ പാർട്ട് കണ്ടായിരുന്നോ? cos 2x by 16 plus x സ്ക്വയർ, അതാ അവിടെ ഉള്ളത് 16 plus x സ്ക്വയർ. അതേപോലെയല്ലേ നമ്മുടെ ഈ പാർട്ടും കിടക്കുന്നത്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ x ആണ്. അപ്പം x ലാംഡ ബൈ 16 പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ ഇതുപോലെ തന്നെ നിർത്തിയേക്കാം. 8/π അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos lambda x by 16 plus lambda square d lambda is equal to 8/π അപ്പുറത്തേക്ക് പോകുമ്പം π/8 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? π/8 ഇൻറ്റു e⁻⁻⁴x. ഇനി വീണ്ടും ആ ഡിഡക്ഷൻ പാർട്ടിലേക്ക് നോക്കുക. അവിടെ എക്സിന് പകരം ലാംഡ എക്സ് ആയിട്ട് കിടപ്പുണ്ട്. എക്സിന് പകരം അവിടെ എന്താ കിടക്കുന്നത്? 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos 2x by 16 plus lambda square d lambda is equal to π/8 into e⁻⁻⁴ into 2 e⁻⁻8. നമ്മുടെ ആൻസർ എത്തിക്കഴിഞ്ഞു അല്ലേ? ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്തുവാ ആകെ ഒരു വ്യത്യാസം? എക്സ് അവിടെ കിടല്ലേ, നമുക്കിവിടെ ആൻസറിൽ ലാംഡ കിടക്കുന്നത്. സോ പുട്ട് ലാംഡ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഡി ലാംഡ എന്താവും? ഡി എക്സ് ആയി മാറിക്കഴിയും. സോ ആൻസർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos 2x by 16 plus x square dx is equal to π/8 into e⁻⁻8. ഓർമ്മിക്കണം, രണ്ട് പാർട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫൊറിയർ ട്രാൻസ്ഫോമും എന്താണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ സൈൻ ഓർ ഫൊറിയർ ട്രാൻസ്ഫോം ഏതായാലും രണ്ട് പാർട്ട് ഉണ്ടെങ്കിൽ രണ്ട് ഫോമുല യൂസ് ചെയ്ത് ചെയ്യേണ്ടതായിരിക്കും. ഓരോ ഫോമിലേക്കും നമുക്ക് ഓരോ മാർക്കാണ്. 7 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് Fourier transform of f of x is equal to π/2 for 0 less than or equal to x less than 1 and 0 for x greater than 1. Hence deduce integral 0 to infinity sin lambda cos lambda x by lambda t lambda. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഫൊറിയർ ട്രാൻസ്ഫോം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിലെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴത്തെ പോലെ എഫ് ഓഫ് എക്സ് എടുത്തെഴുതണം. ഇവിടെ ഇപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആയത് കാരണം ഫംഗ്ഷൻ അങ്ങനെ നിന്നോട്ടെ. നമ്പർ ലൈനിനകത്ത് ഞാനത് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ആകുമ്പോൾ -∞ ടു ഇൻഫിനിറ്റി ആണ് ലൈൻ. ഇവിടെ ലിമിറ്റ് 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ π/2 ആണ് തന്നിട്ടുണ്ട്. 1x ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ് തന്നിട്ടുണ്ട്. അത് ഓക്കെ. ഇനി ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല എഴുതാൻ പോവാണ്. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി അല്ലേ. നമുക്കിവിടെ 0 മുതൽ പോസിറ്റീവ് സൈഡിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പോസിറ്റീവ് സൈഡ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 0 ടു എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള 0 ടു ഇൻഫിനിറ്റിക്കകത്തുള്ള ലിമിറ്റാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓർ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആ പാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല ഇവിടെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഏത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓർ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏത് ട്രാൻസ്ഫോം യൂസ് ചെയ്യണം എന്ന് എങ്ങനെ അറിയാം? ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള പാർട്ട് കണ്ടോ? അതെപ്പോഴും എൻ്റെ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഏത് ഫോമിലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ അതിൻ്റെ ഇൻവേഴ്സ് യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡ് പാർട്ട്. അതിനകത്ത് കോസ് ലാംഡ എക്സ് എന്നുള്ള ഫംഗ്ഷൻ കിടപ്പുണ്ട്. ഈ കോസ് ലാംഡ എക്സ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലങ്ങളിൽ എടുത്ത് നോക്കിക്കോളൂ. നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോം ചെയ്താൽ അതിന് ഏറ്റവും അവസാനം വരുന്നത് കോസ് ലാംഡ എക്സ് ഉണ്ടായിരിക്കും. സൈൻ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം സൈൻ ലാംഡ എക്സ് ഉണ്ടായിരിക്കും. ഇവിടെ കോസ് ലാംഡ എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണു ഇത് ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ പാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഏത് പാർട്ട് യൂസ് ചെയ്യാൻ പോവാണ്? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു root of 2/π integral 0 to infinity f of x into cos lambda x dx. ഇതിന് ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം √2/π ഇൻ്റഗ്രൽ 0 to infinity എന്നുള്ള 0 to 1 പൈ/2 ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്
പ്ലസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ രണ്ടാമത്തെ ലിമിറ്റ് 0 ആയിപ്പോയി. ആ π/2 പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ പുറത്തുള്ള √π ക്യാൻസൽ ചെയ്തിട്ട് √π ന്യൂമറേറ്ററിൽ വരും, ഡിനോമിനേറ്ററിൽ √2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് √2 ആ വരുന്നത്. സോ π/2 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin λx/λ. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതി കൊടുക്കുമ്പോൾ π/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് sin λ/λ മൈനസ് ലോവർ ലിമിറ്റ് 0. So this is equal to √π/2 into sin λ/λ. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? FC λ കിട്ടി. ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഇത് യൂസ് ചെയ്ത് സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π integral 0 to infinity FC λ cos λ x d λ is equal to √2/π integral 0 to infinity FC λ എന്തുവായിരുന്നു? √π/2 into sin λ/λ cos λ x d λ. √π/2ഉം ഈ പുറത്തുള്ള √2/πയും ക്യാൻസലായി പോകുന്നുണ്ട്. ബാക്കി എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ 0 to infinity sin λ/λ cos λ x dx d λ. ഇപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നല്ലേ, ഇതല്ലേ നമ്മുടെ ഇവാലുവേറ്റിൻ്റെ ഈ പാർട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പം സോ ഇതിന് എന്ത് എഴുതിയാൽ മതി? ഇൻ്റഗ്രൽ 0 to infinity sin λ cos λ x/λ d λ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്തുവായിരുന്നു? π/2 for 0 less than or equal to x less than 1 and 0 for x greater than 1. ഇവിടെ വെച്ച് തീർന്നു എന്ന് കരുതരുത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്നിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പൽ ഇല്ല. അതായത് നമ്പർ ലൈനിനകത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പോയിന്റ് കൂടെ ആ ഇൻ്റർവെലിനകത്തുള്ളതാണ്. ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലോ ആ പോയിന്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, അതായത് 1 ഇതിനകത്തില്ല, 0 ഇതിനകത്തുണ്ട്, ബട്ട് 1 എന്ന് പറയുന്ന പോയിന്റ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നിടത്തും ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പോൾ 1 എന്നുള്ള പോയിന്റിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. 1 എവിടെ പോയി? അപ്പം ഈ ഒരു ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റിക്കകത്ത് 1 എന്ന് പറയുന്ന ആളെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ 1 എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പ്രത്യേകം നോക്കണം. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് എന്ത് പോയിന്റാണ്? ഇൻ്റർവെലിനകത്തുള്ള പോയിന്റ് അല്ല. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 1നെ പറയുന്ന പേര് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എന്നാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് എ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്. ഡിസ്കണ്ടിന്യൂസ് പോയിന്റിനകത്ത് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് ബൈ 2. അതായത് ഇൻ്റർവെൽ 1 ദേ ഇവിടെ കിടപ്പുണ്ട്. 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 മൈനസ് എന്ന് പറയുമ്പോൾ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തുവാണ്? π/2 പ്ലസ് 1ൻ്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ 0/2 വിച്ച് ഇസ് ഈക്വൽ ടു π/4. അപ്പോൾ ഇത് എടുത്തെഴുതുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ ഈ ഒരു വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to infinity sin λ ഇൻറ്റു കോസ് λ x/λ d λ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ലാസ്റ്റ് ആൻസർ എഴുതുമ്പോഴേക്കും π/2 for 0 less than or equal to x less than 1. അടുത്ത വാല്യൂ എന്തുവായിരുന്നു? π/4 for x is equal to 1 and 0 for x greater than 1 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഈ ഒരു പാർട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം സ്പെഷ്യൽ പ്രോബ്ലം ആയി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്ത് എഫ് ഓഫ് എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്പർ ലൈനിൽ നോക്കുമ്പോഴാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലായിരുന്നു ക്വസ്റ്റ്യനിൽ, വെറും ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അതായത് ആ പോയിന്റ് 1 എന്നുള്ള പോയിന്റ് ഈ ഇൻ്റർവെലിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് സംഭവിച്ചു അത് പ്രത്യേകം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂസ് പോയിന്റിനകത്ത് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ബൈ 2. അതായി എഴുതിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോമിൽ രണ്ട് പ്രത്യേകതരം പ്രോബ്ലമാണ് നോക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ക്വസ്റ്റ്യനകത്തും ഫൈൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫൈൻ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ സോൾവ് ഫോർ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം.
in the integral equation. ഈ integral equationൽ നിന്ന് integral 0 to infinity f of x cos lambda x dx is equal to 1 minus lambda for 0 less than lambda less than 1 and 0 for lambda greater than 1. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യും വേണം. നോക്കിക്കേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പം ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയുടെ ഈ പാർട്ടല്ലേ ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇവിടെ എഴുതി വെച്ചത്. അതേപോലെയാണ് ഈ പാർട്ട്. അപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ട് സൈഡിലും ഞാൻ മൾട്ടിപ്ലൈയിങ് ബൈ റൂട്ട് പൈ ബൈ 2/π റൂട്ട് 2/π മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity f of x into cos lambda x dx is equal to അപ്പുറത്തെ സൈഡ് റൂട്ട് ഓഫ് 2/π മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1 മൈനസ് ലാംഡ ഫോർ 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 റൂട്ട് ഓഫ് 2/π ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് ഫോർ ലാംഡ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എഫ് സി ഓഫ് ലാംഡ അല്ലേ? അപ്പോൾ ഈ കിടക്കുന്ന എന്തുവാണ്? എഫ് സി ഓഫ് ലാംഡയാണ് ഈ ഉള്ള പാർട്ട്. അപ്പം നമുക്ക് എഫ് സി ഓഫ് ലാംഡ അറിയാമെങ്കിൽ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാൻ ബൈ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. Small f of x is equal to root of 2/π integral 0 to infinity f c lambda cos lambda x dx അല്ല d lambda ആണ്. That is equal to ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ലിമിറ്റ് നോക്കേണ്ടത്. 0 to infinity നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും -∞ to ആണ്. എന്നാൽ നമുക്കിവിടെ 0 to infinity-ക്കകത്ത് 0 to 1-ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1 മൈനസ് ലാംഡ, 1 to infinity-ക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. അപ്പം ഞാനിവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity-ൻ്റെ ഫസ്റ്റ് പാർട്ട് ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ അത് 0 to 1 അവിടെ എഫ് സി ലാംഡ എന്തുമായിരുന്നു? റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1 മൈനസ് ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ പ്ലസ് ഇൻ്റഗ്രൽ 1 to infinity-ക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. സോ ആ ഇൻ്റഗ്രൽ മൊത്തത്തിൽ 0 ആയിപ്പോയി. This is equal to root of 2/π into root of 2/π എന്ന് പറഞ്ഞാൽ 2/π integral 0 to 1 minus lambda into cos lambda x d lambda, 1 minus lambda into cos lambda x d lambda. This is equal to നമ്മൾ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്കാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 1 മൈനസ് ലാംഡ എന്ന് പറയുന്നത് ഇവിടെ പോളിനോമിയലാണ്. ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ this is equal to 2/π into ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് ലാംഡ വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കോസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആണ് താഴെ വരേണ്ടത്. മൈനസ് ഓഫ് 1 മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് -1 സൈൻ ലാംഡ എക്സ് ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ലാംഡ എക്സ് ബൈ എക്സ് ഇൻറ്റു ഈ എക്സ് എന്ന് പറയുന്നത് x². മറന്നു പോരുത്, വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്കാണ്. നമ്മളെല്ലാ പ്രോബ്ലത്തിനകത്തും കഴിഞ്ഞ വീഡിയോയിലെല്ലാം ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു എക്സിനായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്ക് ചെയ്യുമ്പോൾ താഴെ അറിയേണ്ട ലാംഡ എന്ന് എഴുതി പോരുത്. ഇൻ്റഗ്രൽ 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്താ? അപ്പർ ലിമിറ്റ് 1 ആണ്. സോ 1 മൈനസ് 1 വരുമ്പോൾ ഫസ്റ്റ് ടേം 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് കോസ് ലാംഡ ബൈ കോസ് എക്സ് ബൈ x². കണ്ടോ, ഇതുപോലെ ശ്രദ്ധിക്കാണ്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലാംഡയ്ക്ക് 1 കൊടുത്താൽ ലാംഡയ്ക്കാണ് 1 കൊടുക്കേണ്ടത്. അപ്പം കോസ് എക്സ് ബൈ x² മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴേക്കും സൈൻ 0 0. സോ ഫസ്റ്റ് ടേം 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് കോസ് 0 ഈസ് 1. സോ 1 ബൈ x². ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു രണ്ടിടത്തും ഡിനോമിനേറ്റർ x². സോ x² ഞാൻ ആദ്യമേ എഴുതി. ന്യൂമറേറ്ററിൽ മൈനസ് കോസ് എക്സ് ആദ്യം എഴുതുന്നതിന് പകരം മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ആണ്. സോ ആദ്യം 1 എഴുതി മൈനസ് കോസ് എക്സ്. ആൻസർ ആയില്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈൻഡ് എഫ് ഓഫ് എക്സ്, സോൾവ് ഫോർ എഫ് ഓഫ് എക്സ് സോൾവ് ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം എന്നോ ഫൈൻഡ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നോ പറയാണ്ട് നമുക്ക് ആ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമുലയാണ് അവർ തന്നിരുന്നത്. ഫോമുലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ എഫ് ഓഫ് ലാംഡ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻവേഴ്സ് ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ടത്. കൊസൈനാണെന്ന് മനസ്സിലാക്കിയത് കോസ് ലാംഡ എക്സ് ഡി എക്സ് കണ്ടിട്ടാണ് ഇത് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമുലയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
Next question. Solve the line integral root of 2 by pi integral 0 to infinity f of x into sin lambda x dx is equal to 1 for 0 less than or equal to lambda less than 1 and 2 for 1 less than or equal to lambda less than 2 and 0 for lambda greater than or equal to 2. ഈ ക്വസ്റ്റ്യനിലും ഫൈൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നോ ഫൈൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്നോ അല്ലെങ്കിൽ ഫൈൻഡ് യൂസിങ് ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ എന്നോ ഇൻവേഴ്സ് ഫോറിയർ സൈൻ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്ക് ഈ ഫോമുല റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമുല എന്തിൻ്റെ ഫോമുലയാണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഫോമുലയാണ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി എക്സ് എന്നുള്ളത്. ഇത് ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തുവാണ്? എഫ് എസ് ഓഫ് ലാംഡ ഇൻ ടേംസ് ഓഫ് ലാംഡയിലാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ പാർട്ട് എന്തുവാണ്? നമ്മുടെ എഫ് എസ് ഓഫ് ലാംഡയാണ് ആ കിട്ടിയിരിക്കുന്നത്. 1 for 0 less than or equal to lambda less than 1 and 2 for 1 less than or equal to lambda less than 2 and 0 for lambda greater than or equal to 2. നമ്മുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമുലയാണ് ഈ പാർട്ട്. അപ്പോൾ ഈ സൈഡിലുള്ളത് എന്തായാലും എഫ് എസ് ഓഫ് ലാംഡയാണ്. എഫ് എസ് ഓഫ് ലാംഡ യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ബൈ inverse Fourier sine transform small f of x is equal to root of 2 by pi integral 0 to infinity f s of lambda into sine lambda x d lambda. 0 to infinity എന്നുള്ള ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് 0 to infinity ചൂസ് ചെയ്യുകയാണെങ്കിൽ 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ 1 മുതൽ 2 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 2 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ ഈ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to 1 അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 to 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1. സോ 1 ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി ലാംഡ പ്ലസ് അടുത്ത ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2. അപ്പോൾ 1 to 2വിനകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ 2 ഇൻറ്റു എഫ് ഓഫ് ലാംഡേൻ്റെ വാല്യൂ 2 ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി ലാംഡ പ്ലസ് ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റിക്കകത്ത് എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് 0 ആണ്. സോ ആ ഇൻ്റഗ്രൽ 0 ആയിപ്പോയി. ദിസ് ഈക്വൽ ടു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ root of 2 by pi sin lambda x in the integral minus cos lambda x by lambda limit is from 0 to 1 plus 2 പുറത്തേക്ക് ഇട്ടു. sin lambda x in the integral minus cos lambda x by വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്കാണ് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. ലാംഡയ്ക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം കോസ് ലാംഡ എക്സ് ബൈ എക്സ് എന്നാണ് വരേണ്ടത്. കാരണം ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അതുപോലെ ഇവിടെയും സൈൻ ലാംഡ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ലാംഡയ്ക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം മൈനസ് കോസ് ലാംഡ എക്സ് ബൈ ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് അതാണ് വരേണ്ടത്. ലിമിറ്റ് ഈസ് ഫ്രം 1 to 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ് മൈനസ് കോസ് ലാംഡ ബൈ എക്സ് മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നുണ്ട്. കോസ് 0 ഈസ് 1 by എക്സ് പ്ലസ് 2 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം മൈനസ് 2 കോസ് എക്സ് ആണ്. മൈനസ് 2 കോസ് എക്സിനല്ല നമ്മൾ ലാംഡയ്ക്ക് ലിമിറ്റ് കൊടുക്കണേ. സോ 2x by എക്സ് അപ്പർ ലിമിറ്റായി മൈനസ് ഓഫ് ലോവർ ലിമിറ്റ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നുണ്ട്. ലോവർ ലിമിറ്റ് കോസ് എക്സ് ബൈ എക്സ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലാംഡയ്ക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ലാംഡയ്ക്ക് 1 കൊടുത്തു. ഇവിടെ ലോവർ ലിമിറ്റ് 0 കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ലാംഡയ്ക്ക് 2 കൊടുത്ത ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. ലാംഡയ്ക്ക് 1 കൊടുത്തിട്ടാണ് അടുത്ത ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 cos x by എക്സും ഇവിടെ ഒരു മൈനസ് cos x by എക്സും ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു മൈനസ് cos x by എക്സും പ്ലസ് 2 cos x by എക്സും കൂടെ cos x by എക്സ് എന്നാവും. ഈ 2 അകത്തേക്ക് വരുമ്പോൾ അത് മൈനസ് 2 cos 2x by എക്സ് പ്ലസ് 1 by എക്സ്. എല്ലായിടത്തും ഡിനോമിനേറ്റർ എക്സ് ആണ്. സോ നമുക്ക് ഒന്നിച്ച് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു കോസ് എക്സ് മൈനസ് 2 cos 2x പ്ലസ് 1 എന്ന് എഴുതാം. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. നിങ്ങളുടെ ആൻസർ എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു.